ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് പന്തക്കൊസ്ത തിരുനാളാണ്. നിനക്ക് ഈ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയാണ്. ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് നിൻ്റെ മേലെ, ജീവിതത്തിൻ്റെ മേലെല്ലാം സമൃദ്ധമായിട്ട് പറന്നിറങ്ങട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ നൽകിയ വാഗ്ദാനം ഇപ്രകാരമാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈശോ ശിഷ്യന്മാർക്ക് പോയി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നതാണ്, നിശ്വസിക്കുക എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വാഗ്ദാനമാണ് സഭയെ പടുത്തുയർത്തിയത്. ഈ വാഗ്ദാനത്തിലാണ് നമ്മൾ ക്രിസ്ത്യാനികൾ വളർന്നു വരിക. മാമോദീസായിലൂടെ ആത്മാവിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്, മറ്റു കുദാശകളിലൂടെ എല്ലാം പരിശുദ്ധാത്മ നമ്മൾ ജ്വലിക്കുക. ഇന്ന് നമുക്ക് പരിശുദ്ധാത്മന് വേണ്ടി പ്രത്യേകമായിട്ടങ്ങ് ആഗ്രഹിക്കാം. ഒരു ജ്വലനം കിട്ടുന്നത് നമ്മുടെ ഉള്ളിലുണ്ട്, അത് ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആത്മാവിന് നിറവ് വരും, ഭയമെല്ലാം വിട്ടുമാറും, നമ്മൾ ശക്തരായി തീരും. നമ്മുടെ ജീവിത വഴിയിൽ അഭിഷേകം നിറഞ്ഞേൽക്കും. ഈ അഭിഷേകത്തിൽ ജ്വലിക്കാൻ, ഈ ശക്തി സ്വീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എന്നെ കേൾക്കുന്ന വ്യക്തിയിലേക്ക് നിന്റെ വാഗ്ദാനത്തിന് നിറവുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഈ വ്യക്തി ജ്വലിക്കട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവമേ.